ബ്രിൻ ടു ദി എൻസോ എന്ന ചാനലിലേക്ക് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുപക്ഷെ എല്ലാ വീഡിയോകളിലും സ്ഥിരമായി കാണുന്ന ഒന്നായിരിക്കും: വിമർശനം. ഞാൻ പറയുന്ന കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിനെ കുറിച്ചല്ല. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി എന്താണ് ശരിയെന്ന് പറഞ്ഞ അങ്ങനെയുള്ള ക്രിറ്റിസിസത്തിനെയോ അങ്ങനെയുള്ള വിമർശനങ്ങളെയോ ഉദ്ദേശിച്ചല്ല. സാധാരണ നമ്മുടെ വീഡിയോകളിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു കാര്യം: നീ അപ്പുറത്തെ പയ്യനെ കണ്ടുപിടി, അല്ലെങ്കിൽ നീ അപ്പുറത്തെ ആ മോളെ കണ്ടുപിടി, അവൻ അല്ലെങ്കിൽ അവൾ എത്ര മിടുക്കന അല്ലെങ്കിൽ മിടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് വളർന്നവരായിരിക്കും ഭൂരിഭാഗം. അപ്പോൾ ഈ പേരൻസിനോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ശക്തിയുണ്ട്. അതൊരു കുട്ടിയുടെ ആത്മവിശ്വാസത്തെ ഉയർത്താനും തകർക്കാനും അതിന് കഴിയും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ എന്തൊക്കെ ബാധിക്കുന്നു മാത്രമല്ല, അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് മാറാം, മുക്തി നേടാം, രക്ഷ നേടാം എന്നുള്ളതും കൂടി കൂട്ടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ പണ്ടത്തെ എന്തെങ്കിലും ചിന്തകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഇന്നും കിടപ്പുണ്ട്, നിങ്ങളെ ഇന്നും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് പോവാം. നിങ്ങളൊരു കൊച്ചുകുട്ടിയായിട്ട് വീട്ടിൽ നിങ്ങളുടെ പേരൻസുമായിട്ടൊക്കെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു കാലത്തിലേക്ക് പോവാം. ഇത് കേട്ടോണ്ടിരിക്കുന്നത് ഓർഫൻസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഐ എം സോറി, നിങ്ങളുടെ വേദന എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കുട്ടിയായിട്ട് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഒരു കാര്യത്തിൽ മിടുക്കരായിരിക്കാം, മറ്റു കാര്യത്തിൽ നിങ്ങൾക്ക് മിടുക്കില്ലായിരിക്കാം. അതായത് നിങ്ങൾ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണെന്നിരിക്കും. എന്നിട്ട് നിങ്ങളൊരു മാച്ച് ജയിച്ചിട്ട് അതിൻ്റെ ട്രോഫിയായിട്ട് നിങ്ങൾ വീട്ടിൽ വരാൻ നേരത്തേക്കും അമ്മ വാതിക്കൽ നിന്ന് ചോദിക്കുകയാണ്, മാത്സിന് മാർക്ക് എത്രയുണ്ട്? സംഭവിച്ചിട്ടുണ്ടാവോ ഒരു പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ മാർക്ക് ചോദിക്കുക. ചിലരുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതിലും കഷ്ടമാണ്. അതായത് നല്ല മാർക്കും കാണും എങ്കിലും കുറ്റപ്പെടുത്തും. അതായത് എത്രയുണ്ട് 100-ൽ 92, അപ്പുറത്തെ വിഷ്ണുവിൻ്റെ 98 ഉണ്ട്. അവിടെ തുടങ്ങിയാണ്, അവിടെ കുറ്റപ്പെടുത്തല് തുടങ്ങിയാണ്. ഉള്ള കഴിവ് അംഗീകരിക്കപ്പെടുന്നില്ല, എന്നാൽ മറ്റു കാര്യങ്ങളിലും കുറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യും. അങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായാൽ ഈ മുതിർന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് എപ്പോഴും നിങ്ങളെ കുറ്റം പറയുന്ന ഒരു സീനിയർ ഉണ്ടെന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ജോലി വിട്ടു പോകാനാണ് സാധ്യത. പക്ഷെ ഒരു കുട്ടിക്ക് അങ്ങനെയല്ല. ആ കുട്ടിക്ക് ആ ലോകം, അവരുടെ ലോകം നിങ്ങളാണ്. നിങ്ങൾ പറയുന്ന എന്താണോ അത് കുട്ടികൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുട്ടികളോട് പ്രേതം, ഭൂതം, ദൈവം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ അത് വിശ്വസിക്കുന്നത്, അതിനെ ചോദ്യം ചെയ്യുന്നില്ല. അച്ഛനമ്മ പറഞ്ഞു അത് സത്യമാണ്, ഞാൻ വിശ്വസിക്കും. അപ്പൊ നിങ്ങൾ പറയുന്ന എന്ത് കാര്യമായിരുന്നാലും ശരി, നീ മിടുക്കനാണെന്ന് പറഞ്ഞാൽ ആ കുട്ടി അത് വിശ്വസിക്കും, നീ മോശമാണ് എന്ന് പറഞ്ഞാലും ആ കുട്ടി അത് വിശ്വസിക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണ് ഇന്നും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ തലയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ എന്താണ് അതെന്നൊന്ന് ഓർത്ത് നോക്കുക. ഇതെനിക്ക് പേരൻസിനോടുള്ള ഒരു റിക്വസ്റ്റാണ്. അത് നിങ്ങൾ പറയുന്ന വാക്കുകൾ ജസ്റ്റ് അത് പറഞ്ഞങ്ങ് മാഞ്ഞു പോകുന്നില്ല, അവരുടെ ഉള്ളിൽ അത് പതിഞ്ഞിരിക്കും. അത് അയാളുടെ ധൈര്യത്തെയും മുന്നോട്ടുള്ള പല ചോയ്സസിനെയും അയാളുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തെ എല്ലാത്തിനെയും ഇത് ബാധിക്കും. നമുക്ക് മുന്നോട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്, അതായത് ഒരു കുളത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ കൈയിട്ടൊന്ന് ഇളക്കിയാൽ അതിൻ്റെ ഓളങ്ങൾ അങ്ങേയറ്റം വരെ എത്തും. ഇതിനാണ് റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ്ലി ക്രിട്ടിസൈസ് ചൈൽഡ് ലൂസസ് ദെയർ കോൺഫിഡൻസ് എന്നാണ് ഞാൻ വായിച്ച മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ പറയാം. ഒരു സൈക്കോളജിസ്റ്റ് ആണ് ആ ബുക്ക് എഴുതിയ, ആ ഓതറിന്റെ പേര് ഞാൻ മറന്നുപോയി. സോ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തപ്പെടുന്ന ഒരു കുട്ടി അയാളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. കാരണം എപ്പോഴും കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ ആ കുട്ടിക്ക് തോന്നുന്ന കാര്യം എന്താണ്, അവരുടെ പൊട്ടൻഷ്യലിൽ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകത്തില്ല. കാരണം എനിക്ക് ഇതിലും നന്നായി ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസം വരുന്നില്ല. കാരണം ആ കുട്ടി ശ്രമിക്കുമ്പോഴെല്ലാം പറയുന്നത് എന്താണ്, പോരാ, ഒരു കാര്യമില്ല, അവനെ കണ്ടുപിടി, ഇവനെ കണ്ടുപിടി. ഒരു കോൺസ്റ്റന്റ് കമ്പാരിസനോട് വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻ അവരോട് തന്നെ അവർക്ക് തോന്നി തുടങ്ങും. ഞാൻ ചെയ്യുന്ന ഒന്ന് പോരാ, ഞാൻ ചെയ്യുന്ന ഒന്ന് ശരിയാത്തില്ല, എന്നെ കൊണ്ട് ഇതിനെ കഴിയില്ല എന്ന് ചിന്തിച്ചു തുടങ്ങും. അതേസമയം നമുക്ക് നേരത്തെ എക്സാമ്പിളിലേക്ക് പോവാം. ഈ അമ്മ വന്നിട്ട്, ആ മോനെ കൊള്ളാം, മിടുക്കനാണ്, നന്നായിട്ടുണ്ട് പറഞ്ഞിട്ട് അതല്ല, അവനെ ജസ്റ്റ് ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് മാർക്കൊന്ന് ചോദിക്കുക. കുറവാണ്, ശരി, എന്ത് പറ്റി, എങ്ങനെയാണ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുക, അടുത്തതിനെ ശ്രദ്ധിച്ചോണം. അപ്പൊ അവന്റെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. കൂട്ടത്തിൽ മുന്നോട്ട് മോനെ, ഇനിയും നിന്നെ ശ്രമിച്ചാൽ നിനക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ അവിടെ കഥ മാറുകയാണ്. ഇന്നും ഒരു മീറ്റിങ്ങിന് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ ഇപ്പം
നോർമലി ഗൂഗിൾ മീറ്റുകളൊക്കെയാണല്ലോ. അതിൻ്റെ അകത്ത് ഒരു ഹാൻഡ് റൈസ് ചെയ്ത് ഒരു സജഷൻ പറയാൻ നിങ്ങൾ മടിക്കുന്നുണ്ടാവും. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ട് തോന്നിയ കാര്യം പോലും പറയാൻ നിങ്ങൾ മടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, യു ഹാവ് ദാറ്റ് ഫിയർ ഓഫ് റിജക്ഷൻ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവർക്ക് അവരുടെ ഫീലിങ്സോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോ വോയിസ് ചെയ്യാനുള്ള കഴിവ് കുറയാണ്. അതായത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തും, കളിയാക്കും, ഞാൻ റിജക്റ്റ് ചെയ്യപ്പെടും, ഇങ്ങനെയുള്ള ഒരു പേടി അതിനെ ഫേസ് ചെയ്യാൻ കുട്ടിക്കാലം പോലെ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അത് നമ്മളെ ക്യാരി ഓവർ ചെയ്യും നമ്മൾ അഡൾട്ട്സ് ആവുമ്പോഴും. വിമർശനം അങ്ങനെയാണ്. കുട്ടിക്കാലത്ത് പലതും തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇന്നും നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. ഇനി നിങ്ങൾ ഓർക്കുക, ആ കേട്ട വാക്കുകളല്ല നിങ്ങൾ, ആ വാക്കുകളുടെ ഇന്റർപ്രിറ്റേഷനും അല്ല നിങ്ങൾ. റീറൈറ്റ് ദ സ്റ്റോറി മാൻ. ഇനി അടുത്ത തവണ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്നർ വോയിസ് വരികയാണെന്നിരിക്കട്ടെ, യു വിൽ ഫെയിൽ, നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല, യു ആർ നോട്ട് ഗുഡ് ഇനഫ്, നിനക്ക് അത്രയും കഴിവില്ല എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോൾ ചോദിക്കുക, ഈ കേൾക്കുന്ന വാക്കുകളെല്ലാം എന്റേതാണോ അതോ ഞാൻ നേരത്തെ കേട്ട വാക്കുകൾ എൻ്റെ തലയിൽ അലയിടിക്കുന്നതാണോ? മറ്റുള്ളവരുടെ വാക്കുകളാണെങ്കിൽ അത് പോട്ടെ നോക്കണം. അതായത് നിങ്ങളൊരു പറയുകയാണ് ഒരാള്, നീ മണ്ടനാണ്, അപ്പൊ നമ്മൾ അത് വിശ്വസിക്കുന്നില്ല എന്നിരിക്കട്ടെ, അഫ്കോഴ്സ് നമ്മളതിന് വില വെക്കില്ല. പക്ഷെ ഞാൻ മണ്ടനാണ് എന്ന് വേറൊരാൾ പറയുമ്പോൾ ഞാൻ അത് അയ്യോ ശരിയായിരിക്കും, ശരിയാ, ഞാൻ അത് ചെയ്ത മണ്ടത്തരമായിട്ട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്തല്ലേ പ്രശ്നം. നിങ്ങളത് വിശ്വസിച്ചില്ലെങ്കിൽ അതിന് പവറില്ല, അത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ടോ അത് പിയർ പ്രഷർ കൊണ്ട് മാത്രമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ വകവെക്കാതിരിക്കുക. മറ്റുള്ളവരുടെ വാക്കുകളല്ല നിങ്ങൾ എന്താണെന്ന് വിശ്വസിക്കുന്നോ അതാണ് നിങ്ങൾ. ഇതിനു വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നേരെ കയറി ഞാൻ ഇങ്ങനെയൊന്നുമല്ല, നാളെ മുതൽ ഞാൻ ടോട്ടലി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങാം. കാരണം ഇത്രയും വർഷത്തെ ബിലീഫാണ്. അതിനെ മാറ്റാൻ കൺസിസ്റ്റന്റ് എഫേർട്ട് തീർച്ചയായിട്ടും വേണ്ടി. അത് ഒരുപക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് ഹോട്ടലിൽ കയറിയിട്ട് വെയിറ്ററിനെ കൈ കാണിച്ചു വിളിച്ച് ഒരു ചപ്പാത്തി കൂടെ എന്ന് ചോദിക്കുന്ന ആ ഒരു ധൈര്യമായിരിക്കാം മതി. സ്റ്റാർട്ട് സ്മോൾ, കീപ് ഗോയിങ്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ കൂട്ടുകെട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് എൻ്റെ ചൈൽഡ്ഹുഡിലെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയാവുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ തന്നെയാണ്. ഇപ്പൊ അവർ പറഞ്ഞതല്ല ഞാൻ വിശ്വസിച്ചിരുന്നില്ല, അവർ പറഞ്ഞിരുന്നത് ഞാൻ വിശ്വസിച്ചിരുന്നു എങ്കിൽ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ധൈര്യം ഉണ്ടാവില്ല. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പോലും എനിക്ക് ധൈര്യം ഉണ്ടാവില്ല. സോ ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും. നിങ്ങളുടെ വിജയങ്ങളെ ആഘോഷിക്കുകയും നിങ്ങളെ സപ്പോർട്ടും ചെയ്യുന്നവർ ആരൊക്കെ? 2, ചിലരെയൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും, കാരണം നമ്മളെ പിന്നോട്ട് വലിക്കും ചിലർ. അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയാണ്? ഒരു ക്ലിയർ ഇൻട്രോസ്പെക്ഷൻ നടത്തുക. ചിലപ്പോൾ വേദനിപ്പിക്കുന്ന എല്ലാ സത്യങ്ങൾ കണ്ടെന്ന് വരാം. നല്ലൊരു ചൈൽഡ്ഹുഡ് ഇല്ലാതെ വളർന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ശരിയാണ്, എന്നെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇന്നും എന്നത് ഉണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യു ആർ നോട്ട് ബ്രോക്കൺ. ഓക്കെ, നിങ്ങൾ തകർന്നു പോയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ യു ആർ എ സർവൈവർ. നിങ്ങൾ ഇതിനെല്ലാം തരണം ചെയ്ത് ഇവിടം വരെ എത്തി. ഇനി മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണ്ട? ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങുക. നമ്മുടെ മൈൻഡ് വോയിസ് മാത്രം നമ്മൾ വിശ്വസിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, അനാവശ്യമായി പെർഫെക്ഷനിസം നോക്കാതിരിക്കുക. അതായത് ആരും പെർഫെക്റ്റ് അല്ല. ഞാനിങ്ങനെ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാനിങ്ങനെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഒരിക്കലും ഇല്ല. എല്ലാവർക്കും തെറ്റുകൾ പറ്റും. അതിൽ നിന്ന് മനസ്സിലാക്കിയല്ലേ നമ്മൾ മുന്നോട്ട് പോകും. ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ തെറ്റുകൾ കറക്റ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി അറിവുകൾ നേടി വീണ്ടും മുന്നോട്ട് പോകുന്നല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്കുണ്ടായ അതേ ബുദ്ധിമുട്ടും മറ്റേ ആർക്കും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും എൻ്റെ ലൈറ്റ് ഓഫ് ആയി പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫൈൻ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി പെർഫെക്റ്റ്. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നവരോട് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്ന് നമ്മളോടൊരു ശപഥം ചെയ്യുക. നമ്മളിൽ വിശ്വസിച്ചു തുടങ്ങുന്നു. ഇനി മുന്നോട്ടുള്ള തീരുമാനങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ആളുകളിലേക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആക്ഷനബിൾ സ്റ്റെപ്സ് ചെറുതാണ് എങ്കിലും അതിൻ്റെ എഫക്റ്റ് വലുതാണ്. അപ്പോൾ അത് ചെയ്തു തുടങ്ങുക. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, വിൻ ടു ദി എൻസോ എന്ന ചാനൽ വീണ്ടും വിസിറ്റ് ചെയ്യുന്നതിന് താങ്ക് യു. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചെക്ക് ഔട്ട് മൈ അതർ വീഡിയോസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഓഫ്കോഴ്സ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇത് കേൾക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവേതും ഒരു മടിയും കൂടാതെ ഷെയർ ചെയ്യുക. ഇനിയും നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സിനായി ഓഫ്കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും